ഹാറ്റർഡേസ് എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ടോപ്പ് 10 സീരീസിലെ തേർഡ് പൊസിഷനിൽ വന്നേക്കുന്ന ഫണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫണ്ട് നെക്സ്റ്റ് 2024 ഏറ്റവും നല്ല ടോപ്പ് ഫണ്ടഡ് ഫേമായിട്ട് വന്ന ഒന്നാണ് ഫണ്ട് നെക്സ്റ്റ്. അവരിപ്പോൾ എല്ലാ കമ്പനികളും ഫ്യൂച്ചേഴ്സിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫണ്ട് നെക്സ്റ്റ് CFD മാത്രമല്ല ഫ്യൂച്ചേഴ്സിലേക്കും എൻട്രി വന്നിട്ടുണ്ട് 2025. നമ്മൾ ഇവിടെ നോക്കുന്നത് CFDയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നാണ് നോക്കുന്നത്. ഇവരെ കുറച്ച് പ്രത്യേകത എന്താണെന്ന് പറയുന്നത്, ഇവര് ഡെമോ സമയത്ത്, അതായത് നമ്മൾ എല്ലാവരും ഒട്ടുമിക്ക കമ്പനികളും ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത് നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റ്സും തരാറില്ല. ഇവർ നമുക്ക് 15% ഓഫർ തരുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ ഇവരൊരു കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. ഈ കോമ്പറ്റീഷൻ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ആണുള്ളത്. നമ്മൾ ടോപ്പ് ഫസ്റ്റിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നല്ല റിവാർഡ് ഉണ്ട്. 5,000 USD അടുത്ത് തന്നെ റിവാർഡ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ അതിന് വിന്നറും ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെയുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ ഫ്രീ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിട്ടുകളയേണ്ട, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർ നമ്മുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അതിനും കൂടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് അവർ ഈ കോമ്പറ്റീഷനിൽ നടത്തുമ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ 2-3 ഫോൺസിലൊക്കെ യൂസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് എപ്പോഴും ഫണ്ട് നെക്സ്റ്റിന്റെ മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ കണ്ടേക്കുന്നത്, കഴിഞ്ഞ തവണ ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് IP റൂൾ ഉണ്ടായിരുന്നു. അതൊക്കെ 2025 ആയപ്പോഴത്തേക്കും കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. IP റൂളിന്റെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് 2 ഡിവൈസ് വരെ യൂസ് ചെയ്യാം. അത് നമ്മൾ ആളുകൾ, ഇപ്പൊ എന്റെ പേരിലുള്ള അക്കൗണ്ട് ഞാൻ എന്റെ ഫോണിൽ തന്നെ വേറൊരാളുടെ അക്കൗണ്ട് കൂടി ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് IP റൂളിൽ അവർ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ അവരുടെ അക്കൗണ്ട് തന്നെ രണ്ടുപേര് ഒരേ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ യൂസ് ചെയ്ത IP റൂളിന്റെ ഒരു ഇതിൽ അവർ ഹിഡനായിട്ട് അക്കൗണ്ട് പേ ഔട്ടിന്റെ സമയമാകുമ്പോൾ റിജക്ഷൻസ് വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവരുടെ പ്ലാറ്റ്ഫോംസ് MT4, MT5, സി ട്രേഡർ, മാച്ച് ട്രേഡർ ആണ് വരുന്നത്. പിന്നെ ഇവർ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പേ ഔട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് 24 ഹവറിനുള്ളിൽ നമുക്ക് പേ ഔട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ $1000 എക്സ്ട്രാ തരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ബ്രാൻഡ് പ്രൊമോഷൻ ആയിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒത്തിരി ഏറ്റവും കൂടുതൽ പേ ഔട്ട് കൊടുത്തേക്കുന്ന കമ്പനി കൂടിയാണ്. നമുക്ക് ഇവരുടെ പ്ലാനുകൾ നമുക്ക് CFDയിലേക്ക് വരുമ്പോൾ 4 പ്ലാൻസ് ആണുള്ളത്. ഒന്ന് സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെല്ലർ 1 സ്റ്റെപ്പ്, സ്റ്റെല്ലർ ലൈറ്റ്, സ്റ്റെല്ലർ ഇൻസ്റ്റന്റ്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് 2025 സ്റ്റെല്ലർ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവന്നേക്കുന്നത്. സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 6K വെച്ച് നോക്കുമ്പോൾ $59 വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 15% പെർഫോമൻസ് റിവാർഡ് ആയിട്ട് തരുന്നുണ്ട്. അവർ ഈ ഒരു പ്ലാൻ എടുത്താലാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടുള്ളൂ. 50K 299 ആണ് വരുന്നത്. മറ്റ് ഫേംസിന്റെ ഒക്കെ ഓഫറും വെച്ചൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ ഇവർ 15% കൂടി തരുന്നത് കൊണ്ട് തന്നെ ഒരു ബ്രാൻഡ്, നല്ലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സ്റ്റെല്ലർ 2 സ്റ്റെപ്പിന് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ സ്റ്റെല്ലർ 1 സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലാനിൽ പ്രൈസ് നോക്കുമ്പോൾ 50K വെച്ച് നോക്കുമ്പോൾ 329 വരുന്നുണ്ട്. അത് കുറച്ച് ഓവർ പ്രൈസ് ആയിട്ടാണ് 1 സ്റ്റെപ്പിൽ തോന്നുന്നത്. അതേപോലെ സ്റ്റെല്ലർ ലൈറ്റ് ഒട്ടുമിക്ക പേരും കമ്പയർ ചെയ്യുന്നത് മറ്റ് ഫേംസ് എല്ലാം ആയിട്ട് പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ സ്റ്റെല്ലർ ലൈറ്റ് എന്നുള്ളൊരു പ്ലാൻ കൊണ്ടുവന്നേക്കുന്നത്. അതിൽ അവർ 5K സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഈ 5K സ്റ്റാർട്ടിങ്ങിന്റെ ഫീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഫണ്ടിങ് പിപ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം പ്രൈസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് 8%, 4% സെക്കൻഡ് പ്രോഫിറ്റ് ടാർഗറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഡെയിലി ലോസ് 4% ആണ് വരുന്നത്. സ്റ്റെല്ലർ 1 സ്റ്റെപ്പിന്റെ ഒക്കെ വരുന്നത് 6% വരുന്നുണ്ട്. പക്ഷെ പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ് ആണ്. സ്റ്റെല്ലർ ലൈറ്റിലേക്ക് വരുമ്പോഴാണ് മറ്റ് കമ്പനികളായിട്ടുള്ള ഒരു കമ്പാരിസവും ഇതെല്ലാം വരുന്നത്. ഈ ഒരു പ്ലാനിലായിരിക്കും സ്റ്റെല്ലർ ലൈറ്റ് എടുക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് സ്റ്റെല്ലർ ഇൻസ്റ്റന്റിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട കാര്യമുള്ളത്. ഇവിടെ നമുക്ക് മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് 6% ആണ് വരുന്നത്. 2K തുടങ്ങിയുള്ള പ്ലാൻ ഉണ്ട്. അതേപോലെ കുറച്ച് പ്രൈസ് കൂടുതലാണ്, പക്ഷെ ഇവർ ബ്രാൻഡ് ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആണ്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി റൂൾ ഇല്ല. ഇൻസ്റ്റന്റ് ഫണ്ടിൽ കൺസിസ്റ്റൻസി റൂൾ ഇല്ലാതെ കിട്ടുന്നത് അത്രയും നല്ല ഒരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ലാന്ന് കാണിക്കുന്നുണ്ട്. മാക്സിമം ലോസ് ലിമിറ്റ് ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. അപ്പോൾ നമുക്കിതൊരു വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാണ്. ട്രെയിലിംഗ് ഡ്രോ ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ഡ്രോ ഡൗൺ നമ്മുടെ കൂടെ സഞ്ചരിച്ച് വരും. ഇപ്പോൾ നമ്മൾ 10,000 ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 9,600 നമുക്ക് ലോസ് വരുത്താവുന്നതെങ്കിൽ നമ്മൾ ഒരു തവണ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പയ്യെ കയറി വരുന്ന രീതിയിലാണ് ഇവർ ട്രെയിലിംഗ് ഡ്രോ ഡൗൺ വരുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഇൻസ്റ്റന്റ് എടുക്കേണ്ടത്. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്, വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്, പെർഫോമൻസ് റിവാർഡ് 80% ആണ്. ഓൺ ഡിമാൻഡ് റിവാർഡ് ഉണ്ട്.
നമുക്ക് അത് അത്യാവശ്യം നല്ല ഒരു ഓപ്ഷനാണ്. കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്ന് പറഞ്ഞു, റീഫണ്ടബിൾ ഫീസ് ഇല്ല, റീസെറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ അത് കുറച്ച് പ്രൈസ് ചില ആ സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്ലാൻസിൽ നല്ല ഇത് വരാറുണ്ട്. ഇനി നമുക്ക് ഇവരുടെ FAQ നമുക്ക് മെയിനായിട്ട് CFDയുടെ ഉണ്ട് ഫീച്ചർ. നമുക്ക് CFD ആണ് നോക്കേണ്ടത്. CFDയുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മറ്റുള്ള പ്ലാനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്നതാണ്. നമുക്ക് സ്റ്റെല്ലർ ഇൻസ്റ്റന്റ് ആണ് ഒട്ടുമിക്ക ആൾക്കാരും നോക്കുന്നത്. ഇൻസ്റ്റന്റ് അക്കൗണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ പ്ലാറ്റ്ഫോംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് അറിയേണ്ടത് സ്കെയിൽ, അത്യാവശ്യം നല്ല സ്കെയിൽ പ്ലാൻ ഉണ്ട്. അതേപോലെ അവരെ റീസെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയാണ് നമുക്കൊന്ന് പറയേണ്ടത്. കൺസിസ്റ്റൻസി റൂൾ ഉണ്ടോ എന്നുള്ളത്, റെസിഡൻസിനോ കൺസിസ്റ്റൻസി റൂളിന് ഒരു പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതുപോലെ ട്രേഡിംഗ് ഫ്രീഡം അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ ഇവർ നോക്കുമ്പോൾ ഫോറക്സിൽ 7 പെർ ലോട്ടാണ് വരുന്നത്. എല്ലാം കോമ്പറ്റീവ് ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. കമ്മ്യൂണിറ്റിയിൽ 7 പ്രൈസ്, അതെല്ലാം കോമ്പറ്റീവ് ആയിട്ടുള്ള പ്രൈസ് ആയിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ കോസ്റ്റ് നമ്മൾ നോക്കിയതാണ്. എന്നാൽ 2000 അക്കൗണ്ടിന് വരുമ്പോൾ 59 ആണ്. സാപ്പ് ഫ്രീ ഓപ്ഷൻ ഉണ്ട്. 10% ഹയർ എന്നുള്ള പ്രൈസിലേക്ക് വരുമ്പോൾ സാപ്പ് ഫ്രീ ആയിട്ട് ഓപ്ഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഇതുണ്ട്. സ്റ്റെല്ലറിന് പാസിംഗ് റിവാർഡ്, നമ്മൾ പാസ്സാകുമ്പോൾ റിവാർഡ് കൊടുക്കുന്ന ഓപ്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. അതേപോലെ ന്യൂസ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ 40% നമ്മൾ 5 മിനിറ്റിന്റെ അപ്പുറം ഇപ്പുറം വെച്ചിട്ട്, ഇപ്പോൾ 6 മണിക്ക് ന്യൂസ് തുടങ്ങി 5:55 നമ്മൾ പൊസിഷൻ എടുത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 40% നമുക്ക് അലൗ ചെയ്യുള്ളൂ. അവരിപ്പോൾ നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് US ട്രേഡേഴ്സിനെ വീണ്ടും റീലോഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞ നമുക്ക് പേ ഔട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ 24 ഹവറിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ റീഫണ്ട് ചെയ്യുന്നതാണ്. അതേപോലെ ഫണ്ട് നെക്സ്റ്റിന്റെ നമുക്ക് റിവ്യൂസ് കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ട്രസ്റ്റ് ഫയലിലേക്ക് വരുമ്പോൾ ഏകദേശം 48,000 പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. 4.5 ഒന്ന് മാറിയിട്ടുണ്ട് ഇവർ. ഇവിടെ നോക്കിയപ്പോൾ പുതുതായിട്ട് വന്നേക്കുന്ന റിവ്യൂസ്, കുറച്ച് നെഗറ്റീവ് റിവ്യൂസ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടേക്കുന്ന ഒരു കാര്യം, ഓവർ ലിവറേജ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു 50K അക്കൗണ്ട് ഒക്കെ 5ഉം 8ഉം 10ഉം മെയിൻ ലോട്ടൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അവർ നോട്ട് ചെയ്തിട്ട് ലൈവ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 1% റിസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. അത് കുറേ പേര് റിവ്യൂ ചെയ്യുന്ന, നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇത് കണ്ടത്, നമ്മളെല്ലാം UPI വഴി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പരമാവധി UPI വഴിയുള്ള പേയ്മെന്റ് ചെയ്യാതെ കാർഡ് പേയ്മെന്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം UPI പേയ്മെന്റിന്റെ അപ്ഡേഷൻ വരാനായിട്ട് കുറച്ച് ഡിലേ വരുന്നതായിട്ട് ഇവിടെ നോക്കിയപ്പോൾ കാണാൻ സാധിച്ചു. അതുപോലെ നമുക്ക് പേ ഔട്ട് ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ട് 24 ഹവറിൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഫണ്ട് നെക്സ്റ്റ് ആണ്. അതേപോലെ 7 ഡേയ്സിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ട് നെക്സ്റ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ലാസ്റ്റ് 30 ഡേയ്സ് എടുത്തപ്പോൾ ഫണ്ട് നെക്സ്റ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഓൾ ടൈമിലേക്ക് വന്നപ്പോൾ ഫണ്ട് ടിപ്സ് കയറി വന്നിട്ടുണ്ട്, പക്ഷേ ഫണ്ട് നെക്സ്റ്റ് തൊട്ട് താഴെ. ഇവിടെ ഈ കാണിക്കുന്ന പേ ഔട്ട് ജംഗ്ഷനിൽ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ബിനാൻസ് വഴി മാത്രം കൊടുത്തേക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് കാർഡ് പേയ്മെന്റ് ഉണ്ടാകും, ഒട്ടുമിക്ക ഫേംസിലും ബാങ്ക് ത്രൂ കൊടുക്കുന്നുണ്ട്, ACH പേയ്മെന്റ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇതിൽ അപ്ഡേറ്റഡ് ആക്കിയിട്ടില്ല. എൻ്റെ ഒരു ഇത് പ്രകാരം മൊത്തത്തിലൊരു റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് എന്ന് പറയുന്ന പ്ലാൻ അടിപൊളി പ്ലാനാണ്. 15% ഓഫറും വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലാനാണ്. അതേപോലെ സ്റ്റെല്ലർ ലൈറ്റ്, ഇൻസ്റ്റന്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പ്രൈസ് കുറച്ച് എന്നാലും കുഴപ്പമില്ല. ഒട്ടുമിക്ക കമ്പനികളായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഓവർ പ്രൈസ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്റ്റെല്ലർ ഇൻസ്റ്റന്റ് നോക്കാം, നിങ്ങൾക്ക് സ്റ്റെല്ലർ ടു സ്റ്റെപ്പ് നോക്കാം. സ്റ്റെല്ലർ ലൈറ്റ് എനിക്ക് അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല. കോമ്പറ്റീവ് പ്രൈസ് തന്നെയാണ്, പക്ഷെ അത് അത്രയും അട്രാക്റ്റീവ് ആയിട്ട് തോന്നില്ല. പിന്നെ ഇവർ IP റൂൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കുറേ നാൾ മുമ്പ് IP റൂളിലായിരുന്നു ഇവർ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ ഉണ്ടാക്കുന്നത്. പക്ഷെ 2025 IP റൂളിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ കുറവാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ 1-2 ലാപ്ടോപ്പിലും സിസ്റ്റത്തിലും കണക്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നം ഇല്ല. അതേപോലെ ഒരു VPN യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതും അക്കൗണ്ട് ബ്രീച്ച് ആവാനും പേ ഔട്ടിന്റെ സമയമാകുമ്പോഴാണ് എല്ലാ ബ്രീച്ചും കാര്യങ്ങളും തന്നെ ബ്രീച്ച് ആവാനുള്ള സാധ്യത. പരമാവധി ഒരു ഇതിൽ തന്നെ നെറ്റ്വർക്കിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വൈഫൈ, ഇപ്പൊ ഞാൻ ഓഫീസിൽ ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡേഴ്സ് തന്നെയാണ് എൻ്റെ ഓഫീസിൽ. അപ്പൊ അദ്ദേഹവും എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളും ഫണ്ട് നെക്സ്റ്റിന്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, ഞാനും ഫണ്ട് നെക്സ്റ്റിന്റെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ വൈഫൈയിൽ എപ്പോഴെങ്കിലും രണ്ടുപേരും അങ്ങോട്ട് എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഗ്രൂപ്പ് ട്രേഡിംഗ് ആയിട്ട് അവർ കണക്കാക്കും. അത് നമുക്ക് പേ ഔട്ടിന് സമയമാകുമ്പോൾ കിട്ടാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ IP റൂൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അത് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. പരമാവധി ഒരു മൊബൈലിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റു സിസ്റ്റത്തിൽ വന്നാൽ തന്നെ മറ്റൊരാളും ഫണ്ട് നെക്സ്റ്റിന്റെ മറ്റൊരാളോ ആ വൈഫൈയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ പേ ഔട്ടിന്റെ സമയമാണോ ഈ എല്ലാ പ്രശ്നങ്ങളും വരിക. അപ്പൊ എല്ലാവരും നിങ്ങൾ വീണ്ടും
പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. ബൈ.